കുറുപ്പ് സാർ എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞ്? ഇദ്ദേഹം എന്റെ ഒരു സുഹൃത്താണ്. ഇദ്ദേഹത്തിന്റെ ആശയങ്ങളും പോരാട്ടങ്ങളും കാണുകയും അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും പ്രവർത്തനങ്ങളിൽ സപ്പോർട്ട് നൽകി സഹായിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴത്തെ ഇയാളുടെ ഒറ്റയാൾ പോരാട്ടത്തിൽ മോളുകൂടി പങ്കുചേർന്ന കാര്യമൊക്കെ ഇയാൾ എന്നോട് പറഞ്ഞു. സ്റ്റേ മാറാതെ ഇപ്പൊ എനിക്കൊന്നും ചെയ്യാനാവില്ല. അവര് നന്നായിട്ട് വർക്ക് എടുത്തിരിക്കുക. അവര് വർക്ക് ചെയ്യട്ടെ. അവരെക്കാളും വലിയ പണി നിങ്ങൾക്കറിയാമെന്ന് കാണിച്ചു കൊടുക്കണം. അവരുടെ സ്വാധീന വലയത്തിനും മേലെയാണ് നിങ്ങളുടെ പിടിപാടെന്ന് അവർക്ക് ബോധ്യപ്പെടണം, ബോധ്യപ്പെടുത്തണം. അതാണ് ഒരു പോരാളിയുടെ യുദ്ധതന്ത്രം. അങ്ങനെ മുന്നേറിയാലേ നിങ്ങൾക്കിവിടെ ജയിക്കാനും ജയിച്ച് മുന്നേറാനും പറ്റൂ. സർക്കാരിന്റെ മുതല് സർക്കാരിന്. ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നീക്കിയത്. റീസർവേ പ്രകാരം തൊട്ടടുത്ത വസ്തുവിന്റെ സർവേ നമ്പറിൽ പിശകുണ്ടെന്നും അത് ക്ലിയർ ചെയ്തിട്ടേ മേൽ നടപടികൾ സ്വീകരിക്കാവൂന്നൊരു ഹർജി പരിഗണിച്ചിട്ടാ ഇപ്പൊ സ്റ്റേ ഓർഡർ വന്നിരിക്കുന്നത്. ഇത് കുടിയൊഴിപ്പിക്കൽ നടത്താതിരിക്കാനുള്ള വക്കീൽ ബുദ്ധിയാണെന്ന് ആർക്കാ മാഷെ മനസ്സിലാവാത്തെ? നമുക്ക് ഈ സ്റ്റേ പിൻവലിക്കാനായി ഹൈക്കോടതിയെ സമീപിച്ചാലോ? നല്ലൊരു വക്കീലിനെ എനിക്ക് ഏർപ്പാടാക്കി തന്നാ മതി. ഇതിന്റെ പിന്നാലെയൊക്കെ ഓടുന്ന കാര്യം ഞാൻ ഏറ്റു. മാഡം എന്നെ ഒന്ന് സഹായിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് നിർധനരായ കുറെ പേർക്ക് താമസം ഒരുക്കാൻ വേണ്ടി ലക്ഷം വീട് കോളനിക്കായി മാറ്റിവെച്ച സ്ഥലമായിരുന്നു ഈ പരുത്തിക്കുന്ന്. പരുത്തിക്കുന്നിൽ വീട് സ്വപ്നം കണ്ട പലരും ഇന്ന് ആ സ്വപ്നങ്ങളും പേറി മണ്ണിനടിയിലായി. ബാക്കിയുള്ള കുറെ പേര് എന്നെങ്കിലും ഒരിക്കൽ തങ്ങൾക്ക് അവിടെ ഒരു വീട് കിട്ടുമെന്ന ആഗ്രഹവുമായി ഇപ്പോഴും മനുഷ്യക്കോലങ്ങളെ പോലെ ജീവിക്കുന്നു. ഇവിടെ എന്തെങ്കിലുമൊക്കെ നടന്നാൽ അവിടെ കുറെ പേരുടെ മനസ്സ് കുളിർക്കും. ഒന്നുമില്ലെങ്കിലും പ്രതീക്ഷയുടെ നിറകയിൽ ജീവിക്കുന്ന കുറെ ആൾക്കാർക്ക് ഇതിലൂടെ ഒരു ആശ്വാസം കണ്ടെത്താൻ കഴിഞ്ഞാൽ അത്രയും പുണ്യം വേറെ ഉണ്ടോ? മാഡം അനീതിക്കെതിരെ നിൽക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. ഈ മാഷിന്റെ ശിക്ഷ കൂടിയാവുമ്പോ അങ്ങനെയല്ലേ വരൂ. ഞാൻ ഇതിനു വേണ്ടി എന്റെ ചോര തന്നെ വീഴ്ത്താൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. എന്നെ സഹായിക്കണം. ഞാനിപ്പോ എന്താ മറുപടി പറയേണ്ടെന്നുള്ളൊരവസ്ഥയില. ഞങ്ങളെ പോലുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് മുകളിൽ നിന്നുള്ള ചില നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങളിൽ നിന്നുകൊണ്ട് വേണം എന്തെങ്കിലും ചെയ്യാൻ തന്നെ.